നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ചങ്കിടിപ്പിലാണ് 3 മുന്നണികളും. ഈ സർവേ ഫലങ്ങളുടെയൊക്കെ ഒരു അനിശ്ചിതാവസ്ഥ, പലപ്പോഴും മാറി മാറിയുള്ള ഫലങ്ങൾ പറയുന്നു. കേരളത്തിൽ എന്താണ് സംഭവിക്കുക, ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടാകുമോ എന്നടക്കമുള്ള ചില സൂചനകൾ നൽകുന്ന സർവേ ഫലങ്ങൾ കൂടിയുണ്ട്. കാത്തിരിക്കാം അതിനുവേണ്ടി. ഒപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷം അത് തുടരും എന്ന സൂചനകൾ ട്രംപ് നൽകുന്നു. അത് വല്ലാത്ത അന്തരീക്ഷം ഗൾഫ് മേഖലയിലടക്കം സൃഷ്ടിക്കുന്നു എന്നതും പ്രധാനമാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പശ്ചിമേഷ്യയിൽ ചർച്ചാ സാധ്യതകൾ വീണ്ടും വഴിമുട്ടുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ ഉപാധികൾ അമേരിക്ക തള്ളി. ഇറാൻ നിർദ്ദേശങ്ങളിൽ തൃപ്തിയില്ലെന്ന് ട്രംപ്. സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ തയ്യാറെന്ന് ഇറാൻ. ബംഗാളിൽ ഇന്ന് 15 ബൂത്തുകളിൽ റീപോളിംഗ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്ന് ആവർത്തിച്ച് തൃണമൂൽ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബൂത്തുകളിൽ നിരോധനാജ്ഞ. പാചകവാതക വില വർധനയ്ക്കെതിരെ സമരത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ. നടപടിയില്ലെങ്കിൽ ബുധനാഴ്ച ഹോട്ടലുകൾ അടയ്ക്കും. അനിശ്ചിതകാല പണിമുടക്കിനും നീക്കം. ബംഗളൂരുവിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ കുടുംബം നിയമ നടപടിക്ക്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് പോലീസിൽ പരാതി നൽകും. അധ്യാപകന്റെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന് കുടുംബം. സംസ്ഥാനത്ത് വേനൽ മഴ കടുക്കും. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. വേനൽ മഴയിലും കൊടും ചൂടിന് ശമനമില്ല. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 7 വിക്കറ്റ് ജയം. ഇന്ന് മുംബൈ ചെന്നൈയെ നേരിടും. നമുക്ക് വിശദമായി തന്നെ വാർത്തകളിലേക്ക് കടക്കാം. ഇറാൻ സമാധാന നിർദ്ദേശങ്ങൾ ചിലത് പാകിസ്ഥാനെ ദൂതനാക്കി അമേരിക്കയ്ക്ക് മുന്നിൽ, ട്രംപിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ പുതിയ സമാധാന നിർദ്ദേശങ്ങളും പ്രസിഡന്റ് ട്രംപ് തള്ളിക്കളയുന്ന പശ്ചാത്തലം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമായി മാറുകയാണ്. ഒരു കരാറിന് ഇറാൻ തയ്യാറാണെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ട്രംപിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. So they want to make a deal, but I'm not satisfied with it, so we'll see what happens. Iran wants to make a deal because they have no military left, essentially, and they want to make a deal, but I'm not satisfied with it. ഹോർമുസിൽ ഉപരോധം അമേരിക്ക തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 45 കപ്പലുകളെ US സേന തടഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇതിനിടെ US കോൺഗ്രസിൽ ഇറാൻ യുദ്ധം അവസാനിച്ചെന്ന് പറഞ്ഞ് ട്രംപ് ഒരു കത്തും വെള്ളിയാഴ്ച നൽകി. അതും ചില നിർണായകമായ ചില ട്രംപിൻ്റെ നടപടികളുടെ ഭാഗമായാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ US കോൺഗ്രസിൻ്റെ കൂടി അനുവാദം പ്രസിഡന്റ് നിലയിൽ തനിക്ക് വേണ്ട യുദ്ധത്തിന് എന്ന് വരുത്തീർക്കാനുള്ള ശ്രമങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഇതിനെതിരെ US കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾ ട്രംപിനെതിരെ ഉയരുന്ന പശ്ചാത്തലം അമേരിക്കയിൽ ഏറെ നിർണായകമായി മാറുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, ആണവായുധ നിരായുകരണമില്ല, ഹോർമുസ് നിയന്ത്രണം വിട്ടുതരില്ല എന്ന ചില നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് സമാധാന ചർച്ചകൾക്കായി. പക്ഷേ ഇപ്പോൾ പുതിയ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കരാറുകളോ എന്തെങ്കിലും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതിൽ തട്ടിയാണോ ഇപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ ഇറാൻ രണ്ടാമത് സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇറാൻ ആദ്യം സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ തീർച്ചയായിട്ടും ഹോർമുസിന്റെ നിയന്ത്രണം അത് ഇറാന് വേണം, അതുപോലെ തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഇറാന് നൽകണം എന്നീ കാര്യങ്ങളെല്ലാം സുപ്രധാനമായി ഉണ്ടായിരുന്നു. അതുപോലെ യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം, ഇനി ആക്രമിക്കരുത് എന്നുള്ള വ്യവസ്ഥ, അത്തരം നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് ഇനി ഉടൻ തന്നെ ലഭിക്കും എന്നാണ് പ്രതീക്ഷ. പാകിസ്ഥാൻ മുഖേന
മുഖേനയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇറാൻ ഇത്തരം ഒരു നിർദ്ദേശങ്ങൾ US-ന് സമർപ്പിച്ചത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ പുതിയ നിർദ്ദേശങ്ങളിലും താൻ തൃപ്തനല്ല എന്ന് തന്നെയാണ്. അതായത് ഇറാൻ ഒരു ഡീലിനായി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കരാറുണ്ടാക്കാൻ ഇറാൻ വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ ഇറാൻ പുതുതായി സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ താൻ തൃപ്തനല്ല, ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാവരെയും ആശങ്കയിലാക്കുന്ന മറ്റൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത്. കാരണം പെട്ടെന്നൊരു ഡീലിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, അതായത് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ വേണ്ടി പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ഇറാനുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി 2-3 വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ വീണ്ടും പഴയപടിയാകും. അത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിരന്തരമായ ഒരു സമാധാനമാണ് US ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇറാനുമായി ഒരു കരാർ ഒപ്പിടൂ എന്നാണ് ട്രംപ് നിലവിൽ പറയുന്നത്. പക്ഷേ US-ന്റെ ഈ ഉപരോധങ്ങൾ ഹോർമുസിൽ തുടരുന്നിടത്തോളം ലോകത്തിന്റെ അവസ്ഥ അത് വളരെയധികം ഒരു ആശങ്കാജനകം തന്നെയാണ്. ഇതിനോടകം തന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, വളങ്ങൾ, അതുപോലെ കെമിക്കലുകൾ തുടങ്ങി പല കാര്യങ്ങളിലും കടുത്ത ക്ഷാമം തന്നെ നേരിടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ട്രംപ് തന്നെ US കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നീക്കുപോക്കുകളും കൂടി US-ൽ നടത്തുന്നുണ്ട്. അതായത് ഈ ഇറാനുമായി പാകിസ്ഥാനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്, മധ്യസ്ഥ ശ്രമം നടത്തുന്നത്. ആദ്യ ചർച്ച നടന്നിരുന്നു. രണ്ടാമത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് ശ്രമങ്ങളുണ്ടായി, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ വഴിയുള്ള നിർദ്ദേശങ്ങൾ, ഇറാൻ ഏതാണ്ട് സമാധാനത്തിന് തയ്യാറാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം ആഭ്യന്തര പ്രശ്നങ്ങൾ ആ രാജ്യം അനുഭവിക്കുന്നുണ്ട്. ഭരണകൂടത്തിൽ ഭിന്നതയുണ്ട്, സാമ്പത്തികമായ പ്രശ്നമുണ്ട്, ഉപരോധം അവർക്ക് ചില്ലറ പ്രതിസന്ധികളല്ല സൃഷ്ടിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം സമാധാനത്തിന് തയ്യാറായി നിൽക്കുമ്പോഴും അവരുടെ ചില നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ അത് പാകിസ്ഥാൻ വഴി അറിയിച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അത് ട്രംപ് ഇനിയിപ്പോൾ ട്രംപിന്റെ നീക്കം എന്താകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ട്രംപ് പാകിസ്ഥാന് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും അതുപോലെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ആണെങ്കിലും ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമം നടത്തുന്നുണ്ട്. അവരോട് തനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ പാകിസ്ഥാനാണെങ്കിലും കാര്യങ്ങൾ ഒരു നീക്കുപോക്കുണ്ടാക്കാൻ നിലവിലുള്ള ഇറാനിലെ നിലപാട് കാരണം സാധിക്കുന്നില്ല എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ട്രംപ് സൂചിപ്പിച്ചിരുന്ന, അതായത് ട്രംപ് തന്നെ നിരന്തരം അവകാശപ്പെടുന്ന പല കാര്യങ്ങളിലും വാസ്തവമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇറാനിലുള്ള ഭരണ നേതൃത്വത്തിലെ ഭിന്നതകൾ, പ്രധാനമായിട്ടും ഇപ്പോൾ IRGC ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ നിരന്തരമായിട്ട് US-നെതിരെ വെല്ലുവിളികളുമായി രംഗത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഹോർമുസിലുള്ള ഉപരോധം തുടർന്നു കഴിഞ്ഞാൽ തങ്ങൾ സഹിച്ചു കൊടുക്കില്ല, US-നെ എത്രയും വേഗം ആക്രമിക്കും, ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. പക്ഷേ മറ്റൊരു വശത്ത് US-മായി നയതന്ത്രപരമായി ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് കാരണമാണ് പെട്ടെന്ന് തന്നെ ആദ്യഘട്ട നിർദ്ദേശങ്ങൾ US തള്ളിയതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങളും ഇറാൻ US-ന് സമർപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ട്രംപ് അത് തള്ളിക്കളഞ്ഞതിന് പിന്നാലെ ഇനി ഇറാന്റെ നീക്കം എന്താകും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ട്രംപ് കാത്തിരിക്കുന്നത്, അജയ്, ഇറാന്റെ തകർച്ചയാണ്. എത്ര കാലം ഇറാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവും എന്നുള്ള ചോദ്യം ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഓയിൽ നീക്കം നടക്കുന്നില്ല, ഒരുപാട് ഈ പറഞ്ഞതുപോലെയുള്ള സാങ്ഷൻസ് ഇറാൻ നേരെയുണ്ട്. അതൊക്കെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കുന്നുണ്ട്. ഒപ്പം ഭരണ നേതൃത്വത്തിൽ സൈന്യവും അവിടുത്തെ പ്രസിഡന്റ് തമ്മിലുള്ള ഭിന്നതയടക്കം ഇറാനെ തകർക്കും. അങ്ങനെ അവർ സ്വമേധയാ ഈ കരാറിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ഇപ്പോഴും ഉള്ളതെന്ന് കരുതണം. തീർച്ചയായിട്ടും ട്രംപ് അത്തരമൊരു നീക്കം തന്നെയാണ് നടത്തുന്നത്. കാരണം കാര്യങ്ങൾ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോയി ഒരു സമ്മർദ്ദത്തിലൂടെ ഇറാനെ US-ന്റെ നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കുക, ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കമെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വരെ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും ഇത് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും ട്രംപിന് വ്യക്തമായ ഒരു ലക്ഷ്യം ഈ പരാമർശത്തിലൂടെയാണെങ്കിലും ഉണ്ട്. അതായത് കാര്യങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇറാനെ ചില്ലറയൊന്നുമല്ല സാമ്പത്തിക കുരുക്കിലാക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും, US ഇപ്പോഴുള്ള ഇത്തരം പുതിയ ഉപരോധങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെയാണ് ഇറാനിൽ ചില വ്യാപാരികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം വരെ ഉയരുന്ന ഘട്ടമുണ്ടായത്. അപ്പോൾ ഈ പുതിയ തരം ഉപരോധങ്ങൾ, ഇറാന്റെ രഹസ്യ ബാങ്കിംഗ് ശൃംഖലയെ തകർക്കുന്ന നടപടികൾ, ഇറാന്റെ ഏതാണ്ട് 500 മില്യൺ ക്രിപ്റ്റോ ആസ്തികൾ കണ്ടുകെട്ടുന്ന നടപടി, അപ്പോൾ ഇതെല്ലാം അവരെ വലിയ രീതിയിൽ തന്നെ
തന്നെ ഒന്ന് പിടിച്ചുലച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോയി ഇറാനെ US-ന്റെ നിർദ്ദേശങ്ങൾ, പ്രധാനമായിട്ടും ആണവ വിഷയത്തിലുള്ള നീക്കുപോക്ക്, യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഒരു കൈമാറ്റം, പിന്നെ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം, ഇത് മൂന്നും US-ന് താല്പര്യമുള്ള രീതിയിൽ നടത്തിയെടുക്കാനാണ് നിലവിൽ ട്രംപിൻ്റെ ലക്ഷ്യമെന്നാണ് തോന്നുന്നത്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ഒരു കരാറിൽ ഞങ്ങൾ ഒപ്പിട്ടാൽ 2-3 വർഷം കഴിയുമ്പോൾ കാര്യങ്ങൾ പഴയപടി തന്നെയാകും. തങ്ങളത് ആഗ്രഹിക്കുന്നില്ല. നിരന്തരമായ ഒരു സമാധാനം, അതാണ് US-ന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ചില രാഷ്ട്രീയ നാടകങ്ങൾ US-ൽ നടക്കുന്നത് നമ്മൾ എടുത്തു പറയണം. കാരണം ഇപ്പോൾ US കോൺഗ്രസിനെ തന്നെ ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഇറാന് നേരെയുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോഴും 50,000-ലധികം US-ന്റെ സൈനിക ഉദ്യോഗസ്ഥരും US-ന്റെ 3 യുദ്ധക്കപ്പലുകളും നിരവധി യുദ്ധവിമാനങ്ങളും ഇപ്പോഴും പശ്ചിമേഷ്യയിൽ തന്നെ വിന്യസിച്ചിരിക്കുകയാണ്. അതാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. ഇപ്പോഴും സൈനികരെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നത് എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ചോദിക്കുന്നത്. ശരിക്കും ട്രംപ് ഇവിടെ ഒരു നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ്. കാരണം 1973 നിലവിൽ വന്ന അമേരിക്കയിലെ വാർ റെസൊല്യൂഷൻ ആക്ട് പ്രകാരം ഒരു പ്രസിഡന്റിന് US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തിന് നേരെ സൈനിക നീക്കം നടത്താൻ സാധിക്കും. പക്ഷേ 60 ദിവസത്തിന് ശേഷം US കോൺഗ്രസിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൈനിക നടപടി തുടരാനാവുകയുള്ളൂ. പക്ഷേ ട്രംപ് നിലവിൽ ഈ ഒരു സൈനിക നീക്കം അവസാനിച്ചു എന്ന് US കോൺഗ്രസിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ഒരു നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ്. കാരണം ഇത്തരത്തിൽ സൈനിക നീക്കം അവസാനിപ്പിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്താനായാൽ പിന്നീട് ഒരു സൈനിക നീക്കം ഭാവിയിൽ നടത്തേണ്ടി വന്നാൽ അത് പുതിയ ഒരു ആക്ടിന്റെ പരിധിയിലേ വരുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഈ ഫെബ്രുവരി 28 എന്നുള്ള ഡേറ്റ് മുതൽ അത് കണക്കാക്കില്ല. അത് തന്നെയാണ് ട്രംപിന്റെ പദ്ധതി എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഹോർമുസിൽ ഉപരോധം ട്രംപിന്റെ അമേരിക്കയുടെ തുടരുകയാണല്ലോ അജയ്. ഇന്നലെ തന്നെ 45ഓളം കപ്പലുകളെ US സേന തടഞ്ഞു എന്ന് പറയുന്നു. അവിടെയാണ് അജയ് ആദ്യം പറഞ്ഞ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ രൂക്ഷമാകുന്നത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ പെട്രോളിയം വില പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരുപക്ഷെ വർദ്ധിപ്പിച്ചേക്കാം. പെട്രോൾ ബാരലിന് എണ്ണയുടെ വില $120 കടന്ന പശ്ചാത്തലമുണ്ട്. $45 തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കണം. മറ്റ് അവശ്യ സാധനങ്ങളുടെ നീക്കമടക്കം തടസ്സപ്പെട്ട സാഹചര്യം ലോകമെമ്പാടുമുണ്ട്. അത് പ്രധാനമാണ്. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലാണ് യുദ്ധമെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രതിസന്ധിയെങ്കിൽ പോലും, പ്രശ്നമെങ്കിൽ പോലും അത് ബാധിക്കുന്ന ലോകരാജ്യങ്ങളെ മുഴുവനാണ്. ഹോർമുസിലെ പ്രശ്നം അതേപടി ഇങ്ങനെ തുടർന്നാൽ ഇനിയും മാസങ്ങളെടുക്കും ഈ പ്രതിസന്ധികളൊക്കെ അവസാനിക്കാൻ. രഞ്ജിത്ത്, UN-ന്റെ മേധാവിയായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിലാണെങ്കിലും അന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിലാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ ഗതിയെങ്കിൽ ലോകം വലിയൊരു ഭക്ഷ്യ അടിയന്തരാവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ്. ശരിക്കും അത്തരമൊരു കാര്യം തന്നെയാണ്, അത്തരമൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ പല ചരക്ക് നീക്കങ്ങളും പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടു. ദിവസവും 100-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള ചരക്ക് നീക്കം മാത്രമാണ് നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനിയൻ ബന്ധമുള്ള 45 കപ്പലുകളെയാണ് US തടഞ്ഞു എന്ന് അവകാശപ്പെടുന്നത്. US-ന്റെ സെൻട്രൽ കമാൻഡാണ് ഇത്തരമൊരു ട്വീറ്റ് സോഷ്യൽ മീഡിയ വഴി ഇട്ടത്. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ ഈ US-ന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതുപോലെ അവരുടെ ടോൾ നിയന്ത്രണവും ശക്തമായിട്ടുള്ള രീതിയിലുണ്ട്. IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന ഇപ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ വന്നിരുന്നു. അതിലവർ അവകാശപ്പെടുന്നത് ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തങ്ങൾ പുതിയ ചില നിയന്ത്രണങ്ങൾ കൂടി മേഖലയിൽ ആലോചിക്കുന്നുണ്ടെന്ന്. അതായത് അതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല. അതായത് കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് IRGCയും കടക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യം അത് 10 മടങ്ങായി വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുപോലെ ട്രംപിന്റെ പുതിയ പ്രസ്താവനയും വളരെ നിർണായകമാണ്. അദ്ദേഹം പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ നൽകുന്ന രാജ്യങ്ങൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കും മേൽ ഇതുവരെയുള്ളതല്ലാതെ കടുത്ത രീതിയിലുള്ള ഉപരോധങ്ങളും അതുപോലെ തന്നെ മറ്റ് നികുതി ഉൾപ്പെടെ തങ്ങൾ ചുമത്താൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇതും ലോകത്തിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയാണ്. ഈ ചരക്ക് നീക്കം അത് എങ്ങനെയെങ്കിലും പുനരാരംഭിക്കാനുള്ള വലിയ തരത്തിലുള്ള സമ്മർദ്ദം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ചൈനയും US-നോട് ഇതേ ആവശ്യം കുറച്ചുകൂടി ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കില്ല, അത് ഇനിയും തുടരും എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഇറാൻ്റെ പുതിയ ഇറാൻ്റെ നിർദ്ദേശങ്ങളും പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയാണ്. പാകിസ്ഥാൻ്റെ ഇടപെടലും ഈ വിഷയത്തിൽ വൃഥാവിലാണ് എന്ന് വേണം തൽക്കാലം കരുതാൻ.
മറ്റൊരു വാർത്ത, ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഗ്യാസിന്റെ വില ക്രമാതീതമായാണ് വർദ്ധിപ്പിച്ചത്. വലിയ തോതിലുള്ള വില വർധനവ് ഉണ്ടാകുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ഹോട്ടൽ വ്യവസായത്തെ ചില്ലറ പ്രതിസന്ധിയിലൊന്നുമല്ല എത്തിച്ചിരിക്കുന്നത്, നമുക്കറിയാം. ഇപ്പോൾ പണിമുടക്കടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണല്ലേ ഹോട്ടൽ ഉടമകൾ? രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കും എന്ന് ഹോട്ടൽ ഉടമകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത് വല്ലാത്തൊരു ഇരുട്ടടിയായി പോയി എന്നാണ് അവർ പറയുന്നത്. ഈ വില കേട്ട് അവർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഒരു സിലിണ്ടറിന് 3000 രൂപ കൊടുത്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, ഇങ്ങനെ വാങ്ങുമ്പോൾ പോലും സ്വാഭാവികമായും ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന അതിന്റെ വിലയും കൂടി വർദ്ധിക്കും. അങ്ങനെ വില വർദ്ധിപ്പിക്കാൻ ഇവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഹോട്ടലിലാണ്. ഇവിടെ നമ്മൾ വന്ന് ഇവന്റെ ഉടമയോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും അത് തന്നെയാണ്. ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് മുതലാകുക എന്നാണ്. പ്രത്യേകിച്ച് ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഗ്യാസിന് കിട്ടുന്ന ലഭ്യത കുറഞ്ഞു. അപ്പോൾ ഇവർ വിൽക്കുന്ന ഇനത്തിന്റെ എണ്ണം കുറച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ 3000 രൂപ കൊടുത്തൊരു സിലിണ്ടർ വാങ്ങുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചേട്ടാ, ഇത് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്? ഒരു ദിവസം ഒരു സിലിണ്ടറിന് 3000 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. ഇതെങ്ങനെയാണ് ഈ ഒരു വില വർധനവ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത് ചരിത്രം ഇത്രയും വില വർധന ഉണ്ടാകുന്നത് കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ ഇവിടെ യൂസ് ചെയ്യും. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഹോട്ടൽ ഉടമകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, സംശയമില്ല. ഭക്ഷണത്തിൻ്റെ വില കൂട്ടാത്ത മാർഗമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും 10 രൂപയ്ക്ക് കിട്ടിയ ചായ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 12ഉം 15ഉം ഒക്കെ ആക്കിയ പശ്ചാത്തലമുണ്ട്. ഗ്യാസിന് വില കാര്യമായി വർദ്ധിക്കുന്നു. ഗ്യാസ് പലയിടത്തും കിട്ടാനില്ല. ഒപ്പം ഈ കരിഞ്ചന്തയിലടക്കം ആശ്രയിക്കേണ്ട പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട് പല ഹോട്ടലുകൾക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഹോട്ടൽ വ്യവസായത്തെ അതുകൊണ്ട് നമ്മൾ ടോട്ടലി നമ്മളെ ബിസിനസ് തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുള്ളത്. ഇപ്പോൾ തന്നെ നഷ്ടത്തിലാണ് അല്ലേ? ഇപ്പോൾ തന്നെ ഈ യുദ്ധം കാരണം നിങ്ങൾക്ക് സിലിണ്ടർ കുറവാണ് കിട്ടുന്നത്. ഐറ്റം എല്ലാം വെട്ടിക്കുറച്ചു. എനിക്കൊന്ന് ഇവിടെ ഊണിനാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത്. അത് ഒരു സമയത്ത് നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും വന്നു അല്ലേ? അതായത് നമ്മൾ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് കാരണം ഏകദേശം ഒരു 2 ആഴ്ചത്തോളം നമ്മൾ ഊണ് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്തുള്ള കച്ചവടം നമ്മളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാരണം 20ഓളം സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫിന് കുറേ ദിവസം വർക്കില്ലാണ്ടായി. ഇപ്പോൾ ബംഗാളികൾ അവർ നാട്ടിലേക്ക് പോയത് കാരണം അവരെയും കിട്ടാനില്ല ഇപ്പം ഇവിടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ ആകെ പ്രതിസന്ധിയിലാണ് ഹോട്ടൽ മൊത്തം എടുക്കുകയാണെങ്കിൽ. അത് തന്നെയാണ് രഞ്ജിത്ത്, വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ബംഗാൾ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജീവനക്കാർ വോട്ടിടാൻ വേണ്ടി നാട്ടിലേക്ക് പോയി അവരാരും തിരികെ വന്നിട്ടില്ല. ഉള്ള സ്റ്റാഫുകളെ വെച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥയും. ഈ വില കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഇത് അടിച്ചേൽപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ മേലാണ്. അവർക്ക് എങ്ങനെയാണ് ഇത് താങ്ങാൻ കഴിയുക എന്നൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത്. എന്തായാലും 6-ാം തീയതി ഒരു പണിമുടക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഹോട്ടൽ ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മളോട് അവർ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി എന്താണ് കേന്ദ്ര സർക്കാർ ഈ വിലവർദ്ധനവ് അത് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഹോട്ടൽ ഉടമകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ അവരുടെയും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളെ ഇത് വലിയ രീതിയിൽ തന്നെയാണ് ബാധിക്കാനിരിക്കുന്നത്. രഞ്ജിത്ത്, ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ്. വില വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല. തൊഴിലാളികളെ കിട്ടാനില്ല. അതിനൊപ്പം ഇങ്ങനെ ഇന്ധനവില കൂടി വല്ലാതെ വർദ്ധിച്ചു പോയാൽ ഹോട്ടൽ വ്യവസായം തന്നെ പ്രതിസന്ധിയിലാകും. സൂചനാ പണിമുടക്കിന് ശേഷം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ പറയുന്നത്. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു.
കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. കാരണം നിലവിൽ അവർക്ക് ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്കൊപ്പം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധി അത്രമേൽ രൂക്ഷമായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിനും ഭക്ഷണ വിതരണ മേഖലയ്ക്കും വലിയൊരു ഇരുട്ടടിയാണ് ഇന്ന് പെട്രോളിയം കമ്പനിക്കാരും കേന്ദ്ര ഗവൺമെൻറ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് 1000 രൂപ വില വർദ്ധിപ്പിക്കുക, അതും കഴിഞ്ഞ 2 മാസം കൊണ്ട് 400 രൂപ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് 1500 രൂപയോളമാണ് നമുക്ക് വില വർധന വന്നിട്ടുള്ളത്. ഒരിക്കലും ഈ മേഖലയ്ക്ക് അത് തരണം ചെയ്യാൻ സാധിക്കില്ല. 1.5 മാസക്കാലമായിട്ട് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഹോട്ടലുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളെ കിട്ടാനില്ല. എങ്ങനെ നടത്തിക്കൊണ്ടു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമയത്ത് ഈ 1600 രൂപയുടെ വില വർധന വന്നിരിക്കുന്നത്. 1000 രൂപ വില വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണ ഹോട്ടലുകാരന് പോലും ഏതാണ്ട് 3000 രൂപ ഒരു ദിവസം അധിക ചെലവാണ് വരുന്നത്. ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങാതെ, സമരം എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം സമരം നടത്തിക്കൊണ്ടൊന്നും നേടാനല്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം അത് ജനസമൂഹത്തിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 6-ാം തീയതി നമ്മൾ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഹോട്ടലുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ ധർണയ്ക്ക് പോകുന്നത്. പെട്രോളിയം കമ്പനികളുടെ മുമ്പിൽ അന്ന് അതിശക്തമായ ധർണ നടത്തുകയും ഓരോ വർഷവും 13,000 14,000 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന പെട്രോളിയം കമ്പനികൾക്ക് വീണ്ടും അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസാണ് 85% ഉപയോഗിക്കുന്നത്. ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ പാവഭാരം കൂടി അതിൻ്റെ ബാധ്യതകൾ കൂടി ഇവിടുത്തെ കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെ തലയിലിട്ട് കൊടുത്തുകൊണ്ട് ചെറുകിട ഭക്ഷണ വിതരണ മേഖലയെ നശിപ്പിക്കാനുള്ള ആ ശ്രമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും. സൂചനാ സമരമാണ്. പിന്നെ സൂചനാ സമരം കഴിഞ്ഞാൽ പിന്നെ സമരത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാനൊരു സാഹചര്യമില്ലെങ്കിൽ ഓരോ ഹോട്ടലുകളായിട്ട് അടച്ചിട്ട് പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ കൂട്ടിയ 1000 രൂപ അടിയന്തരമായിട്ട് പിൻവലിക്കണം. ഈ ഇലക്ഷൻ സമയത്ത് എന്താണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പാചകവാതകത്തിനൊരു ക്ഷാമവുമില്ല, ക്രൂഡ് ഓയിലിനൊരു ക്ഷാമവുമില്ല. ഇലക്ഷൻ സമയത്ത് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വോട്ട് ചെയ്ത ഞങ്ങൾക്കെതിരെ ഈ രീതിയിൽ ഒരു വലിയ ധൂമകേതു ഞങ്ങൾക്കെതിരെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളില്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിയണം. MS സുരേഷ് കുമാറാണ്, ക്ഷമിക്കണം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉടമകളുമായി സംസാരിച്ച ഡാനി പോളാണ്. ഏതായാലും നമുക്ക് ഹോട്ടലുകളുടെ പ്രതിസന്ധി വലിയൊരു പ്രശ്നമായി സംസ്ഥാനത്ത് മാറുന്നു. വലിയൊരു വ്യവസായമാണ്. ആ പ്രതിസന്ധി പരിഹരിക്കേണ്ടതും ഉള്ള ബാധ്യതയും സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു വാർത്ത, താൻ പാർട്ടി വിട്ടിട്ടില്ലെന്നും അംഗത്വം പുതുക്കിയില്ല എന്ന് മാത്രമേ ഉള്ളുവെന്നോ എന്നുമുള്ള സുധാകരൻ്റെ പ്രസ്താവന ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമാവുകയാണ്. ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. താൻ എവിടെയും പോയിട്ടില്ലെന്നും സ്വതന്ത്രനായി നിൽക്കുകയാണെന്നും EV ശ്രീധരൻ അനുസ്മരണത്തിൽ G സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു. സുധാകരൻ്റെ വാക്കുകളിലേക്ക്. ഞാൻ ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ചോദിച്ചാണ് ഞാൻ പ്രഖ്യാപിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തളത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണ്, ജനകീയ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന പറഞ്ഞു. ഒരു പാർട്ടിയായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. 6 മാസം മുമ്പേ തുടങ്ങിയതാണ് ചർച്ച എന്നൊക്കെ ബഹുമാനായ പിണറായി സാഹു പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന കള്ളക്കണക്കുകളായിരിക്കില്ല. നേരായ കണക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് ചർച്ച? ഒരു ചർച്ചയുടെയും കാര്യമില്ല. മകനോടും ഭാര്യയോടും അല്ലാതെ ഞാൻ വേറെ ആരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ആലോചിച്ചിട്ടില്ല, അയലത്തുകാരോട് പോലും ആലോചിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, വെറും സ്വതന്ത്രനായാലും. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് പറഞ്ഞല്ലോ അദ്ദേഹം. ഞാൻ പിന്തുണയ്ക്ക് എഴുതി കൊടുത്തില്ല, അവരെന്നെ അടുത്ത് നിർബന്ധിച്ചില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതൊരാശ്വാസമായി. അതിന് കോൺഗ്രസ് വലിയ സഹായം ചെയ്തു. അത് നന്ദിപൂർവ്വം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർക്കറിയാം. ഞാൻ വേറൊരു പാർട്ടിയിലും ചേർത്തുമില്ല. എന്നെ ആരും പുറത്താക്കിയിട്ടില്ല. ഞാൻ രാജിവെച്ചിട്ടുമില്ല. ഇത് വളരെ കൗതുകകരമായ ചില വാക്കുകൾ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അരുൺ, സുധാകരൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ആരും സുധാകരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല, താൻ രാജിവെച്ചു എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജനകീയ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് മാത്രം. അത് അച്ചടക്ക നടപടിക്ക് അടക്കം പാർട്ടിയിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അതൊന്നും പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിച്ചത് നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം താൻ മറ്റൊരു പാർട്ടിയിലേക്കുമില്ല, സ്വതന്ത്രനായി തുടരും എന്നും പറയുമ്പോൾ സുധാകരൻ്റെ ഇനിയുള്ള നിലപാടുകൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കുമെന്ന് കാണണം.
മറ്റു പാർട്ടിയിലേക്ക് ഇല്ലെന്ന് മാത്രമല്ല താൻ ഇപ്പോഴും പാർട്ടി അംഗം തന്നെയാണ്. അതായത് അദ്ദേഹം ബ്രാഞ്ച് അംഗമാണ്, CPM-ന്റെ ബ്രാഞ്ച് അംഗമാണ്. ആ സ്ഥാനത്ത് താൻ ഇപ്പോഴും തുടരുന്നു. തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇന്നലെ സുധാകരൻ നടത്തിയത്. അദ്ദേഹം CPM-നെ തള്ളിപ്പറഞ്ഞ് CPM-നെ വെല്ലുവിളിച്ച് പുറത്തുപോയ നേതാവാണ്. ബ്രാഞ്ച് അംഗം മാത്രമാണെങ്കിൽ അത് CPM സംസ്ഥാന സമിതി അംഗമായിരുന്ന വളരെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അതിനുശേഷം അദ്ദേഹം UDF ഇതിനോട് കൂടി അമ്പലപ്പുഴയിൽ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ നിലപാടുമായി അദ്ദേഹം സ്വാഭാവിക കമ്മ്യൂണിസ്റ്റ് എല്ലാവർക്കും പറയാം. പക്ഷേ അതിനൊപ്പം അദ്ദേഹം ചേർന്ന് എല്ലാവർക്കും പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ആർക്കും താൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാം. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല, അതായത് CPM-ന്റെ അംഗമാണ് എന്ന് പറയുകയാണ് അദ്ദേഹം പറഞ്ഞ സാങ്കേതികമായി ശരിയുണ്ട്. ബ്രാഞ്ച് അംഗത്തെ CPM ഈ വിവാദം വന്നിട്ടും പുറത്താക്കിയിരുന്നു. സാധാരണ പാർട്ടിക്ക് നിലപാടെടുക്കുന്ന ആളുകളെയൊക്കെ CPM പുറത്താക്കാറുണ്ട്. എന്താണ് സുധാകരൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പൊതുവിലൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. സുധാകരൻ CPM-മായി സഹകരിക്കാൻ തയ്യാറാണെന്നാണോ, അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്ന് ഇനി പോകാനില്ലെന്നാണോ, എന്താണ് അദ്ദേഹം പറയുന്നത്? കോൺഗ്രസിന്റെ സഹായത്തിനൊക്കെ അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കുകയായിരുന്നു. കുറച്ച് വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചെലവ് ഏറിയ പങ്കും വഹിച്ച കോൺഗ്രസ് ആണെന്ന് പറയുന്നു. അപ്പോഴും താൻ UDF-ൽ ചേർന്നിട്ടില്ല, കോൺഗ്രസിൽ ചേർന്നില്ല, CPM-ൽ നിന്ന് രാജിവെച്ചിട്ടുമില്ല, CPM പുറത്താക്കിയിട്ടുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെയെങ്കിൽ ഇത് മറുപടി പറയേണ്ട CPM നേതൃത്വം കൂടിയാണ്. CPM-ന്റെ അംഗം CPM സംസ്ഥാന സമിതി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് വിരുദ്ധനായി മത്സരിച്ചിട്ട് എന്തുകൊണ്ട് പുറത്താക്കിയില്ല? സുധാകരൻ അവകാശപ്പെടുന്നത് ഇപ്പോഴും സുധാകരൻ CPM-ന്റെ ബ്രാഞ്ച് അംഗമാണോ എന്ന കാര്യത്തിൽ CPM വ്യക്തത വരുത്തേണ്ടി വരും. കോൺഗ്രസിന് കൂടി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ സുധാകരനും കോൺഗ്രസും ഒക്കെ ഒരുപക്ഷെ നിലപാട് വിശദീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഒരു തൂക്കുസഭ പോലും കേരളത്തിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ സീറ്റും നിർണായകമായി മാറും. അവിടെ UDF ഇതിനോടുകൂടി മത്സരിച്ച സുധാകരൻ ഈ വോട്ട് എണ്ണാൻ ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മാധ്യമങ്ങളോട് പറയുകയാണ് താൻ ഇപ്പോഴും കോൺഗ്രസിൽ ചേർന്നിട്ട് കോൺഗ്രസുകാരനല്ല, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, പാർട്ടി അംഗമാണെന്ന് പറയുമ്പോൾ അത് എന്തുദ്ദേശമാണെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ പൊതുവിലുണ്ടാകാൻ ഇടയുണ്ട്. അത് ഒരുപക്ഷെ സുധാകരനും കോൺഗ്രസും CPM ഒക്കെ ഇന്ന് തന്നെ വിഷയത്തിൽ വിശദീകരണം വന്നേക്കാം. അരുണ്, മറ്റൊന്ന്, താൻ വെറും സ്വതന്ത്രനായി നിന്നാലും ജയിച്ചേനെ എന്നുള്ള സുധാകരന്റെ ഒരു വാക്കുകൾ കൂടി പ്രത്യേകതയുണ്ട്. കാരണം കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിലും താൻ അമ്പലപ്പുഴയിൽ ജയിക്കുമെന്നുള്ള സൂചനകൾ ഈ വാക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാമല്ലോ, ഈ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കാമല്ലോ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല. ജയിച്ചു കഴിഞ്ഞാലും സുധാകരന്റെ അവകാശവാദം ഇത് തന്നെ ആയിരിക്കും. തനിക്ക് കോൺഗ്രസിന്റെ പിന്തുണ മാത്രമല്ല, തന്റെ വ്യക്തിപരമായ വോട്ടുകളാണ് തന്നെ ജയിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ സുധാകരൻ വ്യാഖ്യാനിക്കാം. അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്കറിയാവുന്ന പോലെ എന്താണ്, താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു തരത്തിലും കോൺഗ്രസിന് വഴങ്ങുന്ന ഒരാൾ കൂടിയല്ല സുധാകരൻ. തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ അവിടെ സുധാകരന് വേണ്ടി വിയർപ്പൊഴുക്കി പണിയെടുത്തു എന്നുള്ള വസ്തുതയാണ്. അവരെ കൂടി ഒരു പരിധിവരെ ഒരു ഭാഗത്ത് അദ്ദേഹം അവർ നൽകിയ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. പക്ഷേ താൻ അല്ലെങ്കിലും ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്ന ഒരു നിലപാടായത് മാറുമെന്ന് ഉറപ്പാണ്. ഒരു കാര്യം സുധാകരൻ പറഞ്ഞത് ശരിയാണ്. ഒരു ഘട്ടത്തിലും സുധാകരൻ UDF സ്ഥാനാർത്ഥിയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചിലയിടങ്ങളിലൊക്കെ UDF സ്ഥാനാർത്ഥി നേതാക്കൾ അനൗൺസ് ചെയ്യുമ്പോൾ പോലും സുധാകരൻ അതിനെ തടഞ്ഞിരുന്നു. നമ്മൾ ചില നേതാക്കൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഓഫീസിലും സുധാകരൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പോയിട്ടില്ല. അദ്ദേഹം ഒരു സ്വതന്ത്ര ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിലയിലാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര പരിവേഷമുണ്ട്, എന്ത് നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. CPM-മായി തെറ്റി CPM-നെതിരെ മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചുവെന്ന് മാത്രം, ആ പിന്തുണ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അത് നൽകുന്ന സന്ദേശമായിരിക്കാം. താൻ ജയിച്ചു വന്നാലും കോൺഗ്രസിന് തനിക്ക് മേൽ വലിയ അവകാശമൊന്നും ഉണ്ടായിരിക്കില്ല. താൻ സ്വതന്ത്ര നിലപാടെടുക്കും, താൻ എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസ് അംഗീകരിക്കേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പായി കൂടി സുധാകരന്റെ ഇതിനെ കാണേണ്ടി വരും. സ്വാഭാവിക രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ അത്തരം ഒരു മുന്നറിയിപ്പായി കൂടി ഇതിനെ കാണേണ്ടി വരും. ഒരു തൂക്കുസഭയൊക്കെ വന്നാൽ എന്ത് നിലപാട് സുധാകരൻ സ്വീകരിക്കും? ഒരുപക്ഷെ അതൊരു വിലപേശ തന്ത്രമായി സുധാകരൻ ഉപയോഗിക്കുമോ എന്നുകൂടി കണ്ടറിയണം, കാത്തിരുന്ന് കാണണം. അവിടെ ഒരു പ്രതീക്ഷ കോൺഗ്രസിനുള്ളത്. പിണറായി വിജയനൊക്കെ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, സലാമിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. സലാം തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും തന്റെ ജയം അവിടെ സുധാകരൻ ഉറപ്പിക്കുന്നു. അങ്ങനെ ജയിച്ചു വന്നാൽ എന്ത് നിലപാടെടുക്കും സുധാകരൻ, എങ്ങനെ കോൺഗ്രസ് നേതൃത്വം അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഒരു MLA മാത്രമായി സുധാകരനെ പോലെ നേതാവ് തുടരുമോ എന്ന കാര്യം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടി വരുമോ, അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനം നൽകേണ്ടി വരുമോ, അതിനുവേണ്ടി കോൺഗ്രസിനോട് സുധാകരൻ വിലപേശൽ നടത്തുമോ എന്ന കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് പോയാൽ തുല്യമോ അല്ലെങ്കിൽ അടുത്തടുത്ത വളരെ ടൈറ്റായ 2011 ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മാത്രമേ അങ്ങനെ സുധാകരൻ വിലപേശ ശേഷിയൊക്കെ ഉണ്ടാകുകയുള്ളൂ. എങ്കിൽ പോലും ചില സർവേകൾ, ചാണക്യയുടെ സർവേ അടക്കം ഒരു തൂക്കുസഭ കേരളത്തിൽ പ്രവചിക്കുമ്പോൾ സ്വാഭാവികമായും സുധാകരന്റെ ലക്ഷ്യം, സുധാകരൻ
നീക്കം അതുകൂടിയാണോ, അല്ലെങ്കിൽ CPM-മായി ഇനിയും സമരസപ്പെടാൻ താൻ ഇപ്പോഴും പാർട്ടി തന്നെ പുറത്താക്കിയിട്ടില്ല, പാർട്ടി അംഗമാണ്, താൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു പാലം കൂടി തുറന്നിടുകയാണോ എന്ന സംശയമൊക്കെ ഉയർന്നു വരും. രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. ഒരു സീറ്റിന്റെയൊക്കെ വ്യത്യാസത്തിലാണ് ഇവിടെ ആർക്കെങ്കിലും ഭരണം കിട്ടുന്നതെങ്കിൽ അവിടെ ജി സുധാകരനെ പോലുള്ള സ്വതന്ത്രർ വളരെ നിർണായകമായി മാറും. അതുകൂടി ലക്ഷ്യമുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തിന്റെ എന്ന സംശയവും സ്വാഭാവികമായി ഉയർന്നു വരും. ഏതായാലും വരും മണിക്കൂറുകളിൽ CPM നേതൃത്വവും കോൺഗ്രസും സുധാകരനും ഒക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾക്ക് തയ്യാറായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും കോൺഗ്രസിന് അത്ര സുഖകരമല്ലാത്ത ഒരു നീക്കമാണ് ഇപ്പോൾ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതും. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു തൂക്കസഭ സംസ്ഥാനത്ത് പ്രവചിക്കപ്പെടുന്ന ഒരു എക്സിറ്റ് പോളെങ്കിലും ഉള്ളപ്പോൾ മറ്റ് എക്സിറ്റ് പോളുകളിൽ പോലും LDF-ന്റെ സാധ്യതകൾ വിദൂരമല്ല എന്ന സൂചന. 68-69 സീറ്റ് വരെ MV ഗോവിന്ദന്റെയൊക്കെ ഒരു വ്യാഖ്യാനം നമ്മൾ അതേ രീതിയിൽ ഉൾക്കൊണ്ടാൽ 68-69 സീറ്റ് വരെ LDF-ന് പ്രവചിക്കപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് 2 സീറ്റുകൾ മാത്രം മതി, അത്രയും കിട്ടിയാൽ 2 സീറ്റ് കൂടെ കിട്ടില്ലേ എന്ന ചോദ്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായാൽ അവിടെ ജി സുധാകരന്റെ നിലപാട് വളരെ പ്രധാനമായി മാറും. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ സുധാകരന്റെ ഒരു മുഴം മുന്നേയുള്ള ഈ ഏറെന്നുകൂടി അറിയേണ്ടി വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണമാണ് ജി സുധാകരൻ ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുധാകരൻ്റെ ആ പ്രസംഗം. അത് സംഭവിച്ചത് ഇന്നലെ EV ശ്രീധരൻ അനുസ്മരണത്തിലാണ്. ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ചോദിച്ചാണ് ഞാൻ പ്രഖ്യാപിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തളത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണ്, ജനകീയ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന പറഞ്ഞു. ഒരു പാർട്ടിയായിട്ടും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. 6 മാസം മുമ്പേ തുടങ്ങിയതാണ് ചർച്ച എന്നൊക്കെ ബഹുമാനായ പിണറായി സാഹു പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന കള്ളക്കണക്കുകളായിരിക്കില്ല. നേരായ കണക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് ചർച്ച? ഒരു ചർച്ചയുടെയും കാര്യമില്ല. മകനോടും ഭാര്യയോടും അല്ലാതെ ഞാൻ വേറെ ആരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ആലോചിച്ചിട്ടില്ല, അയലത്തുകാരോട് പോലും ആലോചിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, വെറും സ്വതന്ത്രനായാലും. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചത് പറഞ്ഞല്ലോ അദ്ദേഹം. ഞാൻ പിന്തുണയ്ക്ക് എഴുതി കൊടുത്തില്ല, അവരെന്നെ അടുത്ത് നിർബന്ധിച്ചില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതൊരാശ്വാസമായി. അതിന് കോൺഗ്രസ് വലിയ സഹായം ചെയ്തു. അത് നന്ദിപൂർവ്വം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർക്കറിയാം. ഞാൻ വേറൊരു പാർട്ടിയിലും ചേർത്തുമില്ല. എന്നെ ആരും പുറത്താക്കിയിട്ടില്ല, ഞാൻ രാജിവെച്ചിട്ടുമില്ല. രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം, പല സർവേകളും സ്വതന്ത്രന്മാർക്ക് കേരളത്തിൽ വിജയമുണ്ടാകുമെന്ന് പ്രവചിച്ച സർവേകളുണ്ട്. അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കുമെന്ന് പല സർവേകളും പറയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നിയമ നടപടിയിലേക്ക്. അധ്യാപകൻ്റെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിൻ്റെ ആവർത്തിച്ചുള്ള ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി കുടുംബം ഇന്ന് അരുവിക്കര പോലീസിൽ പരാതി നൽകും. സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് നടപടി. അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ സന്ദീപിൽ നിന്ന് സമാന അനുഭവങ്ങൾ മറ്റു വിദ്യാർത്ഥികൾക്കും ഉണ്ടായെന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നുണ്ട്. ഈ വിവരങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട്. അരുവിക്കര പോലീസിന് കൈമാറാൻ കുടുംബത്തിന് നീക്കമുണ്ട്. സംഭവത്തിൽ ബാംഗ്ലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് മാനേജ്മെൻറ്റിനൊപ്പമാണെന്നും പരാതി നൽകാനെത്തിയിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് സംസാരിക്കാൻ തയ്യാറായെന്നും ആദിത്യൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഇന്നലെ കോളേജിൽ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഒരു സന്ദീപ് വണ്ടി എന്ന് പറഞ്ഞൊരു അധ്യാപകൻ്റെ പേരാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന 2 പേര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മോനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഈ സന്ദീപ് പാണ്ഡ്യൻ എന്ന് പറയുന്ന സാറ് മറ്റുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇവനും കൂടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇൻസൾട്ട് ചെയ്തത്. ആ ഒരു കേസ് വിഷുവിന് വീട്ടിൽ വന്നപ്പോൾ ആ അമ്മയോട് പറഞ്ഞ ഇങ്ങനൊരു സംഭവം കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതല്ലാതെ വേറൊരു വീട്ടിൽ ഒരു വിഷയമില്ലാതെ തലേദിവസം വിളിച്ചത് അമ്മയായിട്ട് സംസാരിച്ച് അതിന് മുമ്പത്തെ ദിവസം വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു സാധ്യതയും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്തുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്ന് കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് BTL കോളേജിലെ മാനേജ്മെൻറ്റ് അവിടെ വന്നത്. പക്ഷേ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളങ്ങോട്ട് അകത്തോട്ട് ക്ഷണിച്ചത്. അത് DK ശിവകുമാരൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ കോളേജ് എന്നാണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവരെ തന്നെയാണ് ആദ്യം വിളിച്ചതും
നമ്മളത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിളിച്ചത്. തലേ ദിവസം വീട്ടിൽ വിളിച്ചതല്ലേ, വീട്ടിൽ വിളിച്ചിട്ട് ഹാപ്പിയായിട്ട് സംസാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് അനു വയ്യ, സീരിയസ് ആണ്, പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലാണ്, പെട്ടെന്ന് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഒരു ഇഷ്യൂ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ ഇപ്പോഴാണ് പറഞ്ഞത്. ആദ്യയുടെ അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നു എന്ന് എന്നെ ആദ്യം പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു, നീയാണ് കൊടുക്കുന്നത്, നിന്നെ പെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെയല്ല. അപ്പോൾ പിള്ളേർ അവൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു ആദ്യം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സാറ് മാറ്റി ചേർത്തിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യില്ലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് ഇരുത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യയുടെ ഫ്രണ്ട്സ് ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞിരുന്നു. അവർ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ അതിൽ വിഷമമുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് വന്നായിരുന്നു. ഈ ഏതോ ന്യൂസിൻ്റെ താഴെയുള്ള പോസ്റ്റുകൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 കമൻറ്റുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ആദിത്യ പാണ്ഡെ എന്നുള്ള അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് പുള്ളിയാണ് ഇതിന് കാരണം, ആദ്യയുടെ മരണത്തിന് കാരണം പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് ഇടണം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയ വേറെ ന്യൂസിൻ്റെ വീഡിയോയുടെയും കമൻറ്റിൻ്റെയും താഴെ നോക്കിയപ്പോൾ എല്ലാത്തിലും വേറെ ആൾക്കാർ ഈ പുള്ളിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ സുഹൃത്തുക്കൾ നോക്കി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരു ഫോട്ടോ താഴെ ഞാൻ കമൻറ്റ് ഇട്ട് ഞാൻ ആദ്യ ചേട്ടനാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുള്ളിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നമുക്ക് കാര്യം അറിയണം, എന്താണ് കാര്യമൊന്നും അറിയണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ എനിക്കൊരു 20 കൂടുതൽ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ചേട്ടാ ആദ്യയുടെ ഫ്രണ്ട്സാണ്, ആദ്യയുടെ കൂടെ പഠിച്ചതാണ്, ആദ്യയുടെ പഠിച്ചിരുന്നവരാണ്, അവിടുന്ന് ഈ സന്ദീപ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ടോർച്ചർ സഹിക്കാൻ അതായത് ഡ്രോപ്പ് ഔട്ടായി പോയവർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞ് ഇയാളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്, ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഇതുപോലെ ഈ കാര്യം തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്, നിങ്ങളിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചെന്നില്ലെങ്കിൽ അടിക്കുമെന്ന്. എന്നിട്ട് അതിലുള്ള ഒരു കുട്ടി എനിക്ക് അയാൾ അടിച്ച ഫോട്ടോ എനിക്ക് ഇട്ടിരുന്നായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സുപ്രീം കോടതി പരിഗണിക്കും. ബംഗാളിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങി. വോട്ടെണ്ണലിന് 2 ദിവസം മാത്രം ശേഷിക്കെ BJP തൃണമൂൽ വാക്പോര് രൂക്ഷമായി തുടരുകയാണ്. സ്ട്രോങ് റൂമിന് മുന്നിലെ പ്രതിഷേധം മമതയുടെ നാടകമെന്നാണ് BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പരിഹാസം. പല സ്ട്രോങ് റൂമുകളിലും CCTV പ്രവർത്തിക്കുന്നില്ലെന്നും ദൃശ്യങ്ങൾ വേണമെന്നും തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, അസാധാരണമായ സംഘർഷങ്ങളും പ്രതിസന്ധികളും ഒക്കെ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബംഗാളിൽ കഴിഞ്ഞത്. ഇപ്പോൾ പല സർവേകളും BJPക്ക് അനുകൂലമാണ്, അതുകൂടി മമതയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ രാഷ്ട്രീയ നാടകങ്ങൾ ബംഗാളിൽ എന്താണ്? രഞ്ജിത്ത്, ബംഗാളിൽ 15 റീപോളിംഗ് ആരംഭിച്ചു. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ 2 അസംബ്ലി മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടെ പോളിംഗ്. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന അസംബ്ലി മണ്ഡലങ്ങളാണിത്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിന് നേരെ ടേപ്പ് അടക്കമുള്ളവ ഒട്ടിച്ചിരുന്നു. അതിനെ തുടർന്നാണ് റീപോളിംഗ് ആവശ്യം ഉയർന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു. 15 ബൂത്തുകളിൽ റീപോളിംഗ് രാവിലെ 7 മണിയോടെ തന്നെ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനം മഗ്രത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും അതോടൊപ്പം തന്നെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇപ്പോൾ റീപോളിംഗ് പുരോഗമിക്കുന്നത്. ഡയമണ്ട് ഹാർബർ അഭിഷേക് ബാനർജിയുടെ തട്ടകമാണ്. അഭിഷേക് ബാനർജി ആ പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും. ഈ റീപോളിംഗുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ BJPയുടെയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ റീപോളിംഗിനെ BJP സ്വാഗതം ചെയ്തു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഈ റീപോളിംഗിനെ വിമർശിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഒരു കൗണ്ടിംഗ് ടേബിളിൽ ഒരു സൂപ്പർവൈസറും ഒരു അസിസ്റ്റന്റും കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആയിരിക്കണം എന്ന് ഏപ്രിൽ 13-നാണ് ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ആ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കൽക്കട്ട ഹൈക്കോടതിയെയും സമീപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച കൽക്കട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ അപേക്ഷ തള്ളുകയാണ് കൽക്കട്ട ഹൈക്കോടതി ചെയ്തത്. തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ന് സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കേസിന്റെ വിധി നിർണായകമാണ്. ജസ്റ്റിസ് PS നരസിംഹ അതോടൊപ്പം തന്നെ ജോയ് മല്യ ബക്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. തൃണമൂൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ മേൽനോട്ട ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു ആവശ്യമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ആ ആരോപണത്തിന് ബലം പകരുന്ന വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നതും. എന്തായാലും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടം മുതൽ ആരംഭിച്ച BJP തൃണമൂൽ കോൺഗ്രസ് നേർക്കുനേർ പോർമുഖം
ഏറ്റവും ഒടുവിൽ പോളിംഗിലും അതിനുശേഷം സ്ട്രോങ് റൂമിന് മുന്നിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഭവാനിപ്പൂരിലെ സ്ട്രോങ് റൂമിന് മുന്നിൽ വോട്ടെടുപ്പിന്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെ BJP ശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. പ്രധാനമായും തൃണമൂൽ കോൺഗ്രസിൻ്റേത് ഇത്തരത്തിലൊരു നാടകമാണ് എന്നാണ് BJP പ്രതിപക്ഷ നേതാവ് കൂടിയായ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ പ്രതികരണം. എന്തായാലും വാക്പോര് അവസാന മണിക്കൂറുകളിലും തുടരുന്നു. റീപോളിംഗ് അവിടെ പുരോഗമിക്കുന്നു. ഫാൾട്ട മണ്ഡലത്തിലും സമ്പൂർണ്ണ റീപോളിംഗ് വേണം എന്നൊരു ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും ശക്തമായ സാന്നിധ്യം, വോട്ടർമാരുടെ സാന്നിധ്യം തന്നെയാണ് ഈ റീപോളിൻ്റെ ആദ്യ മണിക്കൂറുകളിലും ഈ മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ കാണുന്നത്. ശരി, VR കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ബംഗാളിൽ കാര്യങ്ങൾ അത്ര സ്മൂത്തല്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കും സംഘടനകൾക്കുമൊക്കെ ബംഗാൾ സാക്ഷിയാകുമെന്ന കാര്യം ഉറപ്പ്. എറണാകുളത്ത് വല്യച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മർദ്ദന ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി അഭിജിത്ത് അമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അച്ഛനും അമ്മയും ചികിത്സയിലാണ്. അപായപ്പെടുത്താൻ ശ്രമിച്ച വല്യച്ഛൻ സത്യപാലും ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് വിവരം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ അഭിജിത്ത് എന്ന് പറയുന്ന ആൾ എന്താണ് ഇയാളുടെ പ്രശ്നം? ഇയാളുടെ മാനസിക നിലയൊക്കെ എങ്ങനെയാണ്? അതോ ലഹരിയാണോ? എന്താണ് പോലീസ് പറയുന്നത്? അഭിജിത്ത് ഇന്നലെ ആയിരുന്നു അഭിജിത്ത് സ്വന്തം വല്യച്ഛനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. വല്യച്ഛൻ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു അഭിജിത്തിനെതിരെ നേരത്തെയും കേസുണ്ട്, സ്വന്തം മാതാപിതാക്കളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ്, അവരെ വീട്ടിലെ തന്നെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 21-ാം തീയതിയായിരുന്നു ഈ മാതാപിതാക്കളെ മർദ്ദിച്ചത്. അതിന്റെ കാരണം അഭിജിത്തിനെ ഒരു യുവതിയുമായി സ്നേഹത്തിലാണ്. ആ യുവതി വിവാഹമോചിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ്. അവരുമായി വിവാഹം നടക്കണമെന്നാണ് അഭിജിത്തിന്റെ ആഗ്രഹം. പക്ഷെ അത് മാതാപിതാക്കൾ സമ്മതിച്ചിരുന്നില്ല. അത്തരത്തിൽ വിവാഹം കഴിക്കണ്ട എന്നാണ് അഭിജിത്തിനോട് മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. തന്നെ വിവാഹം നടത്തിത്തരാൻ അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിക്കാൻ അനുവദിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വല്യച്ഛനാണ് എന്നൊരു സംശയത്തിനെ തുടർന്നാണ് വല്യച്ഛനെ ആദ്യം വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. അതിനുശേഷമാണ്, അതിനു മുൻപാണ്, അതായത് 21-ാം തീയതിയാണ് മാതാപിതാക്കളെയും അഭിജിത്ത് മർദ്ദിച്ചത്. തന്റെ വിവാഹത്തിന് തടസ്സം നിന്നവരെ അപായപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അഭിജിത്ത് ഇത്തരം പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പച്ചാളത്തെ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന വ്യക്തിയാണ് അഭിജിത്ത്. കുറെ നാളുകളായി ഇവരുടെ കുടുംബത്തിൽ ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതിൽ വല്യച്ഛനും ഇത്തരത്തിലൊരു വിവാഹം കഴിക്കുന്നതിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ നിലനിന്നിരുന്നത്. ഇതിനൊടുവിലാണ് സ്വന്തം മാതാപിതാക്കളെ മർദ്ദിക്കുകയും പിന്നീട് വല്യച്ഛനെ കാറിടിച്ച് കൊലപ്പെടുത്തുവാനായി ശ്രമിക്കുകയും ചെയ്തത്. ഇരുചക്ര വാഹനത്തിൽ പോയ വല്യച്ഛന്റെ പുറകിലേക്ക് അഭിജിത്ത് കാർ ഇടിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആ കാറിൽ തന്നെ അഭിജിത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. സംശയം തോന്നിയ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി. നോർത്ത് പോലീസിന്റെ അന്വേഷണത്തിലാണ് അഭിജിത്ത് വല്യച്ഛൻ വരുന്ന വഴിയിൽ കാറ് നിർത്തിയിടുകയും പിന്നീട് ആ വാഹനത്തിന്റെ പിന്നിലെ ഇടിക്കുകയും ചെയ്യുന്നത്. ഈ CCTV ദൃശ്യങ്ങളിലും നമുക്ക് കാണുന്നത് പുറത്തുനിന്ന്, അതായത് അമ്മ വീട്ടിലിരിക്കുകയും ആദ്യം അമ്മയെ ഉപദ്രവിക്കുന്നു, പിന്നീട് അച്ഛനുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു, അവിടെ കുട്ടികളുമുണ്ട്, അവരെയൊക്കെ ഉപദ്രവിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും കുടുംബത്തിന്റെ പരാതിയിൽ ഇന്നലെ തന്നെ അഭിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അഭിജിത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ തന്റെ കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ അടക്കം ഇങ്ങനെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു യുവതിയുമായി പ്രണയത്തിലാണ്. അവരുമായി വിവാഹം കഴിക്കുവാനായി അല്ലെങ്കിൽ അവരുമായി ഒന്നിച്ചു ജീവിക്കാൻ കുടുംബാംഗങ്ങൾ സമ്മതിക്കാത്തതാണ് അഭിജിത്തിന്റെ പ്രശ്നം. ചെപ്പോക്കിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടം. ചെന്നൈയും മുംബൈയും വീണ്ടും നേർക്കുനേറെത്തും. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരും. ഹരി, പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ട് ടീമുകളല്ല ചെന്നൈയും മുംബൈയും.
ആരാധകരുടെ വലിയ പിന്തുണയുള്ള ടീമുകളാണ്. പക്ഷേ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. സ്കോറുകൾ കണ്ടെത്തിയിട്ടും പരാജയപ്പെടുന്നു. രണ്ടുപേർക്കും നിലനിൽപ്പിൻ്റെ പോരാട്ടം കൂടിയാണ് ഇന്ന്, അല്ലേ? അല്ല, തീർച്ചയായും നമ്മൾ IPL എൽ ക്ലാസിക്കോ എന്ന് വിളിക്കുന്നതാണ് CSK മുംബൈ മത്സരം. പക്ഷെ ഈ കഴിഞ്ഞ CSK മുംബൈ മത്സരത്തിലാണ് നമ്മൾ സഞ്ജു സാംസന്റെ ഒരു സെഞ്ചുറി കാണുന്നത്. പക്ഷെ അത്ര വലിയ മത്സരമൊന്നും ആയിരുന്നില്ല അത്. മുംബൈ ഇന്ത്യൻസ് 104 ഓൾ ഔട്ട് ആവുന്ന സാഹചര്യത്തിൽ CSK വലിയ മാർജിനിൽ വിജയിക്കുന്നു. അപ്പൊ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടമൊന്നും ഈ സീസണിൽ കിട്ടിയില്ല. പോയിന്റ്സ് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ CSK 8 കളിയിൽ നിന്നും 3 കളികൾ മാത്രമാണ് ജയിച്ചത്. ഋതുരാജ് ഗേക്വാദ് എന്ന ക്യാപ്റ്റന് മേലും വല്ലാത്ത വിമർശനങ്ങൾ നിൽക്കുന്നുണ്ട്. ഋതുരാജ് ഗേക്വാദ് ടീമിനെ പോലും നേരിട്ട് ലീഡ് ചെയ്യുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഗേക്വാദ് ഒരു 74 റൺ അടിച്ചു. പക്ഷെ 60 പന്ത് എടുത്തു അത് അടിക്കാൻ. ഇന്ന് ടെസ്റ്റ് കളിക്കുവാണോ ODI കളിക്കുവാണോ എന്നുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഗേക്വാദിനെതിരെ വരുന്നൊരു സാഹചര്യം. നേരെ മറിച്ച് മുംബൈ നോക്കുകയാണെങ്കിൽ സ്ഥിതി അതിലും വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. 8 മത്സരത്തിൽ നിന്ന് 2 സേവാണ് മുംബൈക്കുള്ളത്. മുംബൈ ഏകദേശം ടൂർണമെന്റിൽ നിന്നും പുറത്തായി എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്നും കൂടി തോറ്റാൽ പൂർത്തിയാകും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. സോ അങ്ങനെ ഒരു പോരാട്ടത്തിലാണ് CSKയും മുംബൈ നിൽക്കുന്നത്. അതാണ് ഈ ടൂർണമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് മുംബൈ ഹെവി വെയിറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നത്. CSK ആവട്ടെ സഞ്ജു സാംസണിന്റെ വരവോടുകൂടി വല്ലാത്തൊരു ഉന്മേഷത്തിൽ നിൽക്കുകയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ചെപ്പോക്കിലാണ് കളി നടക്കുന്നത്. ഹെഡ് ടു ഹെഡ് വന്നിരിക്കുന്ന 42 മത്സരങ്ങളിൽ 22 മത്സരങ്ങൾ മുംബൈയാണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രവും കൂടിയുണ്ട്. പക്ഷെ ഇവിടെ ചരിത്രത്തിന്റെ സ്ഥാനമുണ്ടോ എന്ന് അറിയത്തില്ല. മുംബൈ ആവട്ടെ ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെയായിട്ട് ഈ കഴിഞ്ഞ 8 മത്സരത്തിൽ 4 തവണ ഇവിടെ ഓപ്പണിംഗ് ഇങ്ങനെ ചേഞ്ചസ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രോഹിത് ശർമ്മക്ക് വേണ്ടി ഡിക്കോക്ക്, റയൻ റിക്കൾട്ടർക്ക് വേണ്ടി ഡിക്കോക്ക്, രോഹിത് ശർമ്മക്ക് വേണ്ടി റയൻ റിക്കൾട്ടർ, അങ്ങനെ കോമ്പിനേഷൻസ് നടത്തി അവസാനം രോഹിത് ശർമ്മയെ മാറ്റി നിർത്തിയിട്ടിപ്പോ റയനും ക്വിന്റനും കൂടെ വരുന്ന സാഹചര്യത്തിൽ മുംബൈ കുറച്ചുകൂടെ ഫോമിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫോർമേഷനിലാണ് മുംബൈ നിൽക്കുന്നത്. ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യക്കെതിരെ വിമർശനങ്ങളുണ്ട്. ബോളിംഗ് ചേഞ്ചസ് നടത്തുന്നില്ല, എന്താണ് നടക്കുന്നത് മുംബൈ ക്യാമ്പിൽ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. പ്ലെയേഴ്സ് തമ്മിൽ ഒരു സിങ്ക് ഇല്ല. മുംബൈയും ഹാർദിക്കും തമ്മിലുള്ള ഇഷ്യൂസ് നമ്മൾ ഗ്രൗണ്ടിനിടയിൽ കണ്ടതാണ്. അപ്പോൾ ആ ടീമിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഭാഗത്തേക്ക്. ചെന്നൈക്കാവട്ടെ പരിക്കുകളാണ്. ധോണിയുടെ പരിക്ക്, ബ്രമിസിന്റെ പരിക്ക് കഴിഞ്ഞ് ബ്രമിസ് തിരിച്ചു വരുന്നതേ ഉള്ളൂ. നീതൻ എല്ലിസിന്റെ പരിക്കുണ്ട്. അതിനിടയിൽ ഖലീൽ അഹമ്മദിന്റെ പരിക്ക് റൂൾ ഔട്ടായി. ആയുഷ് മാത്രയുടെ പരിക്ക് റൂൾ ഔട്ടായി. അങ്ങനെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ഒക്കെ ടീമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടി എത്തി നിൽക്കുന്നു. അങ്ങനെ പരിക്കുകളുടെ പിടിയിൽ ചെന്നൈ ഒരു ഘട്ടത്തിൽ പ്ലെയേഴ്സ് തമ്മിൽ ഒരു സിങ്ക് ഇല്ലാതെ മുംബൈ. ഇത് തന്നെയാണ് ഈ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള രീതിയിൽ വെളിപ്പേരുള്ള ഒരു ഘട്ടത്തിൽ ഇന്ന് ചെപ്പോക്കിൽ മത്സരം നടക്കുമ്പോൾ ഈ എൽ ക്ലാസിക്കോ എന്ന വെളിപ്പേരുള്ളതിലേക്ക് വലിയ ആവേശം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. കാരണം പോയിന്റ് ടേബിൾ ഏറ്റവും താഴത്തെ നിൽക്കുകയാണ്. 9ാം സ്ഥാനത്ത് നിൽക്കുകയാണ് മുംബൈ, 7ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ചെന്നൈ. അങ്ങനെ അവസാനത്തെ 3 പൊസിഷനിൽ നിൽക്കുന്ന 2 ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ വലിയ ആവേശമൊന്നും ഇല്ലെങ്കിൽ പോലും പഴയ ചരിത്രം കാരണം CSK വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് എന്നുള്ള ചരിത്രം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു എൽ ക്ലാസിക്കോ എന്ന് മാത്രം വിശേഷിപ്പിക്കുകയാണ് തൽക്കാലം ഇതുള്ളത്. എന്തായാലും മുംബൈ തോറ്റു കഴിഞ്ഞാൽ മുംബൈ പുറത്താവും. ചെന്നൈ തോറ്റു കഴിഞ്ഞാൽ അവർക്ക് ഒരു പടിയും കൂടി പുറത്താവാനുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ സമപ്പയാണ്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് നല്ല ഒരു പോരാട്ടത്തിനായി കാത്തിരിക്കാം. നേരത്തെ പറഞ്ഞ എൽ ക്ലാസിക്കോ പോരാട്ടം IPL എന്ന് വേണം മുംബൈ ചെന്നൈ പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ. നമുക്കൊരു സ്പെഷ്യൽ ഡേയിലേക്ക് സ്പെഷ്യൽ ഡേ ഇല്ല. നമുക്ക് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകാനുള്ള സമയമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.